ADM നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലെ പോലീസിന്റെ ഒത്തുകളി ഒന്നൊന്നായി പുറത്തുവരികയാണ്. ഹൈക്കോടതി ദിവസങ്ങൾക്ക് മുൻപാണ് കേസ് ഡയറി ആവശ്യപ്പെട്ടത്. അടുത്ത മാസം 6-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ കേസ് ഡയറി ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇതിനു പിന്നാലെ നെട്ടോട്ടമോടുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വ്യാഴാഴ്ച അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ ഫോൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഈ ഫോൺ ഇതുവരെയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല. ഇത്രത്തോളം വിവാദമായ കേസായിരുന്നിട്ട് പോലും നവീൻ ബാബുവിന്റെ ഫോൺ രേഖകൾ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തുന്നതിനോ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചുവെന്നോ ഫോണിൽ വിളിച്ച ആളുകൾ നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നോ ഒക്കെ തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട അന്വേഷണമായ ഫോറൻസിക് പരിശോധന നവീൻ ബാബുവിന്റെ ഫോണിൽ നടത്തിയില്ല. ഫോറൻസിക് പരിശോധന നടത്താതെ തിടുക്കപ്പെട്ട് വ്യാഴാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ ഫോൺ ഹാജരാക്കുകയായിരുന്നു. അന്ന് തന്നെ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുത്ത് ആ മൊഴിയും കോടതിയിൽ ഹാജരാക്കി. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് ടൗൺ SHO അരുൺ കെ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി മതിയെന്ന കണക്കുകൂട്ടലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് ഫയൽ ചെയ്യുന്നത്. അതിനും 10 ദിവസത്തിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും കുടുംബം ആരോപിച്ചതിന് പിന്നാലെയാണ് മറ്റു മാർഗങ്ങളില്ലാതെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചത്. എന്നിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ ഒത്തുകളി നടത്തിയെന്ന ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച ശേഷം മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പിന്നാലെ കേസന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയുടെ ഈ ആവശ്യം വന്നതോടുകൂടി കേസ് ഡയറിയുടെ വിശദാംശങ്ങൾ തപ്പിയെടുക്കാനുള്ള നെട്ടോട്ടം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. പിന്നാലെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ രേഖകൾ പ്രകാരം ഉള്ള നടപടികളാണ് പൂർത്തിയാക്കിയത്. അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പല തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. അതിൽ ഏറ്റവും പ്രധാനം നവീൻ ബാബുവിന്റെ ഫോണിന്റെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാത്തത്? ഈ ഫോൺ എന്തിനാണ് അന്വേഷണ സംഘം ഇതുവരെ കയ്യിൽ വച്ചിരുന്നത്? അപ്പോൾ കുടുംബം ആരോപിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ളത് വ്യക്തം. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ രേഖയാണ് നവീൻ ബാബു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന ആ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൽ നിന്ന് നിരവധി രേഖകൾ ഇതിനകം നഷ്ടപ്പെട്ടിരിക്കാമെന്ന കണക്കുകൂട്ടലും ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനുണ്ട്. അതേസമയം PP ദിവ്യ അനുകൂലിക്കുന്ന CPM-ലെ വലിയൊരു വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതെന്ന ആരോപണവും ശക്തമാണ്. നേരത്തെ തുടക്കത്തിൽ PP ദിവ്യയെ സംരക്ഷിച്ചിരുന്ന CPM പാർട്ടി പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ PP ദിവ്യക്കെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുക്കുകയായിരുന്നു. PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. PP ദിവ്യയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. എന്നാൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്ന PP ദിവ്യ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാടിനെതിരെ ആദ്യഘട്ടത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ നേതാക്കൾ ഇടപെട്ട് പിന്നീട് PP ദിവ്യയെ അനുനയിപ്പിക്കുകയായിരുന്നു. PP ദിവ്യയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം കണ്ണൂരിലെ CPM-ലുണ്ട്. അതുകൊണ്ട് തന്നെ PP ദിവ്യക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സർക്കാർ പിന്നീട് സ്വീകരിച്ചത്. അതേസമയം ആദ്യഘട്ടത്തിൽ ശക്തമായി മുന്നേറിയിരുന്ന അന്വേഷണം പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തതോടുകൂടി ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സ്വീകരിക്കേണ്ട പല കാര്യങ്ങളും ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തോട് കേസ് ഡയറി ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങളുടെ ഗൗരവം അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെട്ടത്. പിന്നീട് തിടുക്കപ്പെട്ട് തെളിവുകളും രേഖകളും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലും നെട്ടോട്ടത്തിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം.